ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ടെൻ വിത്ത് റീജ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ റീജ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 80 GK ചോദ്യങ്ങളാണ്. വരാൻ പോകുന്ന പ്രിലിംസ് എക്സാം, സെക്രട്ടേറിയറ്റ് OA, അതുപോലെ തന്നെ LGS എക്സാം, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനും ഇത്തരം GKs ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ നമുക്ക് സെക്രട്ടറി അസിസ്റ്റന്റ് നിങ്ങൾക്ക് അറിയാം, കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ലെവലാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് നിന്ന് വരുമല്ലോ, സാധാ ക്വസ്റ്റ്യൻ. അതും പിന്നെ സ്റ്റേറ്റ്മെന്റിൽ ചില ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് കിട്ടും. പിന്നെ ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ നല്ല ഡിഫിക്കൽട്ട് ആയിരിക്കും. അത് ഞാൻ പൂർണ്ണമായും പറയുന്നില്ല. മറ്റേത് രണ്ടും സെയിം പാറ്റേൺ, സെയിം രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ നമ്മൾ ആദ്യ ചോദ്യത്തിലേക്ക് പോകുന്നു. ബാഹ്യകർണത്തിന്റെ ഭാഗങ്ങളിൽ പെടാത്തത് ഏതാണ്? ആൻസർ കോക്ലിയാണ്. ബാഹ്യകർണം ഭാഗങ്ങളിൽ പെടാത്തത് ഏത്? കർണം എവിടെയുള്ളയാന്ന് അറിയത്തില്ലയോ? ചെവിയിലുള്ളതല്ലേ. ചെവിക്ക് 3 ഭാഗങ്ങളുണ്ട്. എന്തൊക്കെയാണ് ചെവിയുടെ 3 ഭാഗങ്ങൾ? ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. അല്ലെ? കർണം എന്ന് വെച്ചാൽ ചെവിയാണ്. ഇപ്പൊ ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം, 3 ഭാഗങ്ങളാണ് നമ്മുടെ ചെവിക്ക് ഉള്ളത്. ഇതില് ചെവിയുടെ ഭാഗങ്ങളില് ബാഹ്യകർണം എന്ന് പറയുമ്പോൾ ചെവിക്കൂടെ വരുന്നു, കർണനാളം വരുന്നു. അല്ലെ? ചെവിക്കൂടെ വരുന്നു, കർണനാളം വരുന്നു. ചെവിക്കൂടെ വരുന്നു, കർണനാളം വരുന്നു. ഇനി മധ്യകർണത്തിലാണ് ഈ കർണപടവും അസ്ഥി ശൃംഖല, ഓവൽ വിൻഡോ, യൂസ്റ്റേഷൻ നാളി, റൗണ്ട് വിൻഡോ ഒക്കെ വരുന്നത്. പിന്നെ ഇതിന് തൊട്ടടുത്തുള്ളത്, അതായത് ഇച്ചിരി ഭാഗം എന്താണ്? ഈ ബാഹ്യകർണത്തിന്റെ ഭാഗമായിട്ട് ഈ ചെവിക്കൂട, അല്ലെ? ഇത് വരുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് കർണപടം കൂടി എടുത്തത്. കർണപടം കൂടി ബാഹ്യകർണത്തിന്റെ ഭാഗമായിട്ട് എടുത്തത്. നോക്കിക്കേ, ബാഹ്യകർണം ചെവിക്കൂടെ വരുന്നുണ്ട്, കർണനാളം വരുന്നുണ്ട്, കർണപടം കണ്ട, ഇത്രയും കൂടി വരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ 3 ഓപ്ഷനിൽ ശരിയായിട്ട് എടുത്തത്. ചെവിക്കൂട, കർണനാളം, കർണപടം. ക്ലിയർ ആണ്? ചെവിക്കൂട എന്ന് പറയുമ്പോൾ ശബ്ദതരംഗങ്ങളെ കർണനാളത്തിലേക്ക് എത്തിക്കുകയാണ്. കർണനാളം എന്ന് വെച്ചാൽ എന്താണ്? കർണപടത്തിലേക്ക് ഈ ശബ്ദത്തെ എത്തിക്കുന്നു. കർണപടം എന്ന് വെച്ചാൽ മധ്യകർണത്തെ ഈ ഒരു ബാഹ്യകർണത്തിൽ നിന്ന് വേർതിരിക്കുന്നു. ഇവിടെയാണ് മധ്യകർണം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പോയിന്റ്. അപ്പോ ചെവിക്കൂടെയുണ്ട്, കർണനാളമുണ്ട്, പിന്നെ നമ്മുടെ കർണപടമുണ്ട്, ബാഹ്യകർണം എന്ന് പറയുന്നത്. ഇനി മധ്യകർണം ഏതൊക്കെയാണെന്ന് കറക്റ്റ് ചോദിച്ചാൽ മധ്യകർണം ദാ ഈ കാണുന്നതാണ് മധ്യകർണം. എവിടെ മുതലാണ്? മാലിയസ് വരുന്നു, ഇംഗസ് വരുന്നു, സ്റ്റേപ്പീസ് വരുന്നു, അസ്ഥി ശൃംഖല. ഇത് മൂന്നിനെയും കൂടെ നമുക്ക് അസ്ഥി ശൃംഖല എന്ന് പറയാം. പിന്നെ യൂസ്റ്റേഷൻ നാളി വരുന്നു, യൂസ്റ്റേഷൻ നാളി. ഇത് ഇത്രയുമാണ് നമ്മളുടെ മധ്യകർണം. യൂസ്റ്റേഷൻ നാളി ഉണ്ട്, അസ്ഥി ശൃംഖലയുണ്ട്, പിന്നെ എന്തുണ്ട്? ഓവൽ വിൻഡോ ഉണ്ട്, ഓവൽ വിൻഡോ. ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ഇനി ആന്തരകർണം എന്ന് പറയുമ്പോൾ ആന്തരകർണം അർദ്ധവൃത്തകാര കുഴലുകൾ, വെസ്റ്റിബുലാർ നാളി, ശ്രവണനാഡി, കോക്ലിയ, വെസ്റ്റിബിൾ. കണ്ട, ആന്തരകർണം ഒച്ചു ഷേപ്പിലുള്ള ഈ കോക്ലിയാണ് ചെവിക്ക് കേൾവി നൽകുന്നത്. ഈ കോക്ലിയെ കുറിച്ചാണ് നമ്മളുടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ബാഹ്യകർണത്തിന്റെ ഭാഗങ്ങളാണ് ചെവിക്കുട, കർണനാളം, കർണപടം. കർണപടത്തിന് ശേഷം മധ്യകർണം തുടങ്ങുകയാണ്. ആന്തരകർണത്തിന്റെ ഭാഗമാണ് കോക്ലിയ. ഇപ്പൊ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. പലർക്കും ഇത് കൺഫ്യൂഷൻ വരാറുള്ളതാണ്. അപ്പൊ നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. മൃത കാർബണിക വസ്തുക്കൾ ആരംഭിക്കുന്ന ഭക്ഷ്യ ശൃംഖല ഏതാണ്? ആൻസർ ഡെട്രിറ്റസ് ഭക്ഷ്യ ശൃംഖലയാണ്. അപ്പൊ മൃത കാർബണിക വസ്തുക്കളിൽ നിന്ന് ആരംഭിക്കുന്ന ഭക്ഷ്യ ശൃംഖലയാണ് ഡെട്രിറ്റസ് ഭക്ഷ്യ ശൃംഖല. മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക എന്നിവ അത്യുൽപാദന ശേഷിയുള്ള ഏതിനമാണ്? പയറ് ഇനമാണ്. ചേരുംപടി ചേർക്കുക. സൺഷൈൻ വൈറ്റമിൻ, ഫ്രഷ് ഫുഡ് വൈറ്റമിൻ, ബ്യൂട്ടി വൈറ്റമിൻ, കൊയാഗുലേഷൻ. സൺഷൈൻ എന്ന് പറയുമ്പോൾ വൈറ്റമിൻ ഡി ആണെന്ന് എല്ലാവർക്കും അറിയാം, അല്ലെ? എ എന്ന് പറയുന്നത് 5 ആണ്. A5 ഉള്ള ഓപ്ഷൻസ്. അപ്പൊ അടുത്തത് എനിക്ക് വെട്ടിക്കളയാമല്ലോ. അപ്പൊ ഞാനത് വെട്ടിക്കളഞ്ഞു. ഇനി ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്ന് വെച്ചാൽ വൈറ്റമിൻ സി അല്ലേ? വൈറ്റമിൻ സി ആണ് ഫ്രഷ് ഫുഡ് വൈറ്റമിൻ. വൈറ്റമിൻ സി എന്ന് പറയുന്നത് B2 ആണ്. അപ്പൊ തന്നെ എനിക്ക് ആൻസർ കിട്ടി. അതറിയാമെങ്കിൽ ഉത്തരത്തിലേക്ക് എത്താമായിരുന്നു. ബ്യൂട്ടി വൈറ്റമിൻ, വൈറ്റമിൻ ഇ അല്ലേ? വൈറ്റമിൻ ഇ ആണ്. കൊയാഗുലേഷൻ എന്ന് പറയുന്നത് വൈറ്റമിൻ കെ ആണ്. കൊയാഗുലേഷൻ വൈറ്റമിൻ കെ ആണ്. സർക്കോമ ശരീരത്തിന്റെ ഏത് ഭാഗത്ത് ഉണ്ടാകുന്ന ക്യാൻസർ ആണ്? സർക്കോമ എന്ന് പറയുന്നത് ശരീരത്തിന്റെ ഏത് ഭാഗത്തുണ്ടാകുന്ന ക്യാൻസർ ആണ്? ആൻസർ അസ്ഥി ഭാഗത്ത് ഉണ്ടാകുന്ന ക്യാൻസർ. വിവിധ ഭക്ഷ്യവസ്തുക്കൾ അടങ്ങിയിരിക്കുന്ന ആസിഡുകൾ തന്നിരിക്കുന്നു. അരി, മോര്, പുളി, നാരങ്ങ.
ആസിഡുകൾ ചേർക്കുക. നാരങ്ങ എന്ന് വെച്ചാൽ സിട്രിക് ആസിഡ് ആണ്. പുളി ടാർട്ടാറിക് ആസിഡ് ആണ്. മോര് ലാക്റ്റിക് ആസിഡ് ആണ്. അരി എന്താണ്? ഫൈറ്റിക് ആസിഡ് ആണ്. അപ്പൊ ആൻസറിലേക്ക് പോകുന്നു. എ എന്ന് പറയുന്നത് ഫൈറ്റിക് ആസിഡ് ആണ്. മോര് ലാക്റ്റിക് ആസിഡ് ആണ്. പുളി ടാർട്ടാറിക് ആസിഡ് ആണ്. നാരങ്ങ സിട്രിക് ആസിഡ് ആണ്. രാസവസ്തുക്കൾ നിർമ്മാണ പ്രക്രിയകൾ തന്നിരിക്കുന്നു. ശരിയായ ജോഡികൾ ഏതൊക്കെ? നൈട്രിക് ആസിഡിന്റെ പ്രക്രിയയാണ് ഓസ്റ്റ്വാൾഡ് പ്രോസസ്. ഇത് മാത്രമാണ് ശരിയായിട്ടുള്ളത്. നൈട്രിക് ആസിഡിന്റെ പ്രോസസ് എന്താണ്? ഓസ്റ്റ്വാൾഡ് പ്രോസസ് ആണ്. സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത് സമ്പർക്ക പ്രക്രിയ. ശരിയായ ജോഡികൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചത്. സമ്പർക്ക പ്രക്രിയ തന്നെയാണ് കേട്ടോ, കോണ്ടാക്ട് പ്രോസസ് തന്നെയാണ്. ഇത് രണ്ടും ശരിയാണ്. സൾഫ്യൂരിക് ആസിഡ് സമ്പർക്ക പ്രക്രിയ അല്ലെങ്കിൽ കോണ്ടാക്ട് പ്രോസസ്, ഇത് രണ്ടും ശരിയാണ്. നൈട്രിക് ആസിഡ് ഓസ്റ്റ്വാൾഡ് പ്രക്രിയ. രാത്രികാലങ്ങളിൽ സൈനികർ ഉപയോഗിക്കുന്ന കണ്ണടയിൽ ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക കിരണം ഏതാണ്? വൈദ്യുത കാന്തിക കിരണം ഏത്? ആൻസർ ഇൻഫ്രാറെഡ് കിരണം. ഇൻഫ്രാറെഡ് കിരണം. കറിയുപ്പിന്റെ രാസനാമം എന്താണ്? സോഡിയം ക്ലോറൈഡ് ആണ് കറിയുപ്പ്. സോഡിയം ക്ലോറൈഡ്. കണ്ടൽക്കാടുകൾ ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണ്? കണ്ടൽക്കാടുകൾ ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണ്. കണ്ടൽക്കാടുകൾ കൂടുതൽ പശ്ചിമ ബംഗാളാണ്, വെസ്റ്റ് ബംഗാൾ. സുന്ദർബനാണ് ഏറ്റവും വലിയ കണ്ടൽ വനം. ജൈവ കൃഷി ഗവേഷകനായ മസനോബു ഫുക്കുവോക്കയുടെ രാജ്യം. മസനോബു ഫുക്കുവോക്കയുടെ രാജ്യമാണ് ജപ്പാൻ. ആൻസർ ജപ്പാൻ. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോടോപ്പ് ഏതാണ്? കാർബൺ 14 ആണ് ഫോസിൽ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോടോപ്പ്. മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം ഏത്? യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവമാണ് കരൾ. മനുഷ്യ ശരീരം യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം കരൾ. സുഷുമ്ന നാഡിയുടെ നീളം എത്രയാണ്? സുഷുമ്ന നീളം 45 സെന്റിമീറ്റർ ആണ്. സുഷുമ്ന നീളം 45 സെന്റിമീറ്റർ. വർണ്ണാന്തതയുള്ളവർക്ക് തിരിച്ചറിയാനാകാത്ത നിറങ്ങൾ ഏതൊക്കെ? ജോൺ ഡാൾട്ടന് ഈ രോഗമുണ്ടായിരുന്നു, അതുകൊണ്ട് ഇതിനെ ഡാൾട്ടനിസം എന്നും വിളിക്കുന്നു. പച്ചയും ചുവപ്പും തിരിച്ചറിയാൻ കഴിയില്ല. പ്രാഥമിക വർണ്ണങ്ങളാണ് ഗ്രീൻ, റെഡ്, ബ്ലൂ. ഇതിൽ പച്ചയും ചുവപ്പും ഇവർക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ആകെ ഇവർക്ക് കാണാൻ സാധിക്കുന്നത് ബ്ലൂ ആണ്. ഏറ്റവും അപൂർവമായി കാണപ്പെടുന്ന ഹാലജൻ ഏതാണ്? അപൂർവമായ ഹാലജൻ ആണ് അസ്റ്റാറ്റിൻ. ആൻസർ അസ്റ്റാറ്റിൻ. ഏറ്റവും താഴ്ന്ന ദ്രവണാങ്കമുള്ള ലോഹം ഏത്? താഴ്ന്ന ദ്രവണാങ്കമുള്ള ലോഹമാണ് മെർക്കുറി. താഴ്ന്ന ദ്രവണാങ്കമുള്ള ലോഹമാണ് മെർക്കുറി. കയ്യിൽ തന്നെ എന്താകുന്നു? ഉരുകുന്നു. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആസ്ഥാനം എവിടെ? ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്ത. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സർവകലാശാല നിലവിൽ വരുന്ന സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യ റെയിൽവേ സർവകലാശാല നിലവിൽ വന്നത് ഗുജറാത്തിലാണ്. ഇന്ത്യയുടെ ആദ്യ റെയിൽവേ സർവകലാശാല നിലവിൽ വന്നത് ഗുജറാത്ത്. നിലവിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? നിലവിൽ നമ്മുടെ കേരളത്തിന്റെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് അലക്സാണ്ടർ തോമസ്. അലക്സാണ്ടർ തോമസ്, വെരി ഇമ്പോർട്ടന്റ്. അലക്സാണ്ടർ തോമസ് ആണ് കേരളത്തിന്റെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ. ഇനി നമുക്കറിയേണ്ട ഒരു കാര്യം, എൻ അനിൽകുമാർ ആരാണ്? ചോദിക്കുന്നതാണ്. ലോകായുക്തയാണ് എൻ അനിൽകുമാർ. എൻ അനിൽകുമാർ ലോകായുക്ത. മയിലിനെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ച വർഷം? മയിലിനെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ചത് 1963. 1963 മയിലിനെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ചത്. ഇന്ത്യയുടെ ദേശീയ പക്ഷിയാണ് മയിൽ.
ഇന്ത്യയിൽ ഒരു പൗരന് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകുന്നു. നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ കല്യാണം കഴിക്കാം. 21. ദേശീയ പതാകയുടെ ശില്പിയാണ്. ആന്ധ്രാപ്രദേശ് ജനിച്ച വ്യക്തിയാണ് പിങ്കാളി വെങ്കയ്യ. പിങ്കാളി വെങ്കയ്യ. ആണി ചൂറ്റിക കൊണ്ട് അടിച്ചു കയറ്റുന്നു. അപ്പൊ ഏത് ബലമാണ് പ്രയോഗിക്കുന്നത്? ആണി ചുറ്റിക കൊണ്ട് അടിച്ചു കയറ്റിയാൽ പ്രയോഗിക്കുന്ന ബലമാണ് ആവേഗബലം. ആൻസർ ആവേഗ ബലം. ഫിനോഫ്തലിന് ആൽക്കലിയിലെ നിറം എന്താണ്? ഫിനോഫ്തലിനാണ്. സാധാരണ ആസിഡ് ആകണമെങ്കിൽ നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പാക്കണം. ആൽക്കലി ആകണമെങ്കിൽ നീല കളറാക്കണം. ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിനെ നീല കളറാക്കണം. അതല്ല ചോദ്യം. ഫിനോഫ്തലിന് ആൽക്കലിയിലുള്ള നിറം എന്ത്? പിങ്ക്. പിങ്ക്. വലിയ വെളുത്ത പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ളത് ശനിക്കാണ്. ഏറ്റവും കൂടുതൽ വലയങ്ങളുള്ളത് ശനിക്കാണ്. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ്. അപ്പോൾ വലിയ വെളുത്ത പൊട്ട് കാണപ്പെടുന്നത് ശനിയിലാണ്. വൺ അറേഞ്ച്ഡ് മർഡർ എന്നത് ആരുടെ പുതിയ രചനയാണ്? വൺ അറേഞ്ച്ഡ് മർഡർ എന്നത് ആരുടെ പുതിയ രചന? കഴിഞ്ഞ കുറച്ച് നാളായിട്ട് എഴുതിയിട്ട് ചേതൻ ഭഗത്തിന്റെ രചനയാണ് വൺ അറേഞ്ച്ഡ് മർഡർ. ഇന്ത്യയിലെ ആദ്യത്തെ ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് മുക്ത എയർപോർട്ട്. അപ്പോൾ ഒറ്റത്തവണ നമ്മൾ ഉപയോഗിച്ച് കളയുന്ന പ്ലാസ്റ്റിക്സ് ഉണ്ട്, അതിനെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള എയർപോർട്ട് ഏതാണ്? ഡൽഹിയാണ് ആദ്യത്തെ ഇങ്ങനത്തെ എയർപോർട്ട്. മലിനീകരണം തടയുകയാണ് ലക്ഷ്യം. KR നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ പുതിയ ചെയർമാൻ ആരാണ്? അപ്പോൾ KR നാരായണന്റെ പേരിലുള്ള നമ്മുടെ വിഷ്വൽ ആർട്സ് ആൻഡ് സയൻസിന്റെ പുതിയ ചെയർമാൻ കറണ്ട് അഫയർ ആണ് സയ്യിദ് മിർസ. സയ്യിദ് മിർസ. ലഹരി പദാർത്ഥങ്ങളുടെ ഉപഭോഗം വിതരണം തടയുക. പൊതുജനങ്ങൾക്ക് പോലീസിൽ വിവരം നൽകാൻ കഴിയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാൽ ഇത് ജനങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് പോലീസിനെ വിളിച്ച് പറയാം ഇന്നാൾ ഉപയോഗിക്കുന്നു. യോദ്ധാവ് എന്ന ആപ്ലിക്കേഷനാണ്. യോദ്ധാവ്. COVID-19 പ്രതിരോധം സജ്ജമാക്കുന്ന ഡ്രോണിന്റെ അംഗീകാരം വേഗത്തിലാക്കുന്നതിനായി ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ ആരംഭിച്ച പോർട്ടൽ ഏതാണ്? ഇന്ത്യയുടെ ഒരു പോർട്ടലാണ് ഗരുഡ്. ഇന്ത്യയുടെ പോർട്ടലാണ് ഗരുഡ്. വിദ്യാർത്ഥികളിൽ സാമൂഹിക ബോധം വളർത്തുക. കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി. സാമൂഹിക ബോധം കുട്ടികളിൽ വളർത്തണം. ഇതിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സാഹിദം. ആൻസർ സാഹിദം. ഭൂഗർഭ ജലനിരപ്പ് വർദ്ധിപ്പിക്കുക, സംരക്ഷിക്കുക. ഗ്രൗണ്ട് വാട്ടർ ആക്ട് 2020 പാസാക്കിയ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഭൂഗർഭ ജലനിരപ്പ് വർദ്ധിപ്പിക്കുന്നു, സംരക്ഷിക്കുന്നു. ഗ്രൗണ്ട് വാട്ടർ ആക്ട് 2020 പാസാക്കിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. DRDO നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ശബ്ദത്തിന് രണ്ടിരട്ടി വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്നതും 200 കിലോമീറ്റർ ദൂരപരിധി ഉള്ളതുമായ ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? ആൻസർ പ്രകാശ്. DRDO നിർമ്മിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ശബ്ദത്തിന്റെ രണ്ടിരട്ടി വേഗത്തിൽ സഞ്ചരിക്കാം, 200 കിലോമീറ്റർ ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈലാണ് പ്രകാശ്. യോജിച്ചത് തിരഞ്ഞെടുക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് നരേന്ദ്രമോദി സ്റ്റേഡിയം. നരേന്ദ്രമോദി സ്റ്റേഡിയം ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ പേരെന്ത്? നരേന്ദ്രമോദി സ്റ്റേഡിയം. ഇത് എവിടെയാണ്? അഹമ്മദാബാദിലാണ്, ഗുജറാത്ത് എന്ന സംസ്ഥാനത്താണ്. ന്യൂഡൽഹിയിലാണോ? തെറ്റാണ്. രണ്ട് തെറ്റാണ് എന്ന് പറയുമ്പോൾ A ശരിയാണ്, B തെറ്റാണ്. ഓപ്ഷൻ B ആണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കി ആദ്യ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? പുതുച്ചേരി. ഇപ്പൊ പൗരത്വ ഭേദഗതി ഇമ്പോർട്ടന്റ് ആണ്. അതിന് പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? പുതുച്ചേരിയാണ്. വിമോചന സമരം എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് ആര്? വിമോചന സമരത്തിന്റെ നേതാവാണ് മന്നത്ത് പത്മനാഭൻ. വിമോചന സമരത്തിലൂടെ പുറത്താക്കപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാട്. എന്നാൽ ഈ പേരിട്ട ആള് പനമ്പള്ളി ഗോവിന്ദമേനോനാണ്. പനമ്പള്ളി ഗോവിന്ദമേനോൻ. മലബാർ സ്പെഷ്യൽ പോലീസ് സ്ഥാപിതമായ വർഷം? 1921 മലബാർ സ്പെഷ്യൽ പോലീസ് സ്ഥാപിതമായത്.
NSSന്റെ ആദ്യ കരയോഗം സ്ഥാപിതമായത് തട്ടയിൽ. NSS ആദ്യ കരയോഗം എന്താണ്? നായർ സർവീസ് സൊസൈറ്റിയാണ്. ആദ്യ കരയോഗം തട്ടയിലാണ് സ്ഥാപിതമായത്. CMI സഭ സ്ഥാപിച്ച വർഷം 1831 CMI സഭ സ്ഥാപിക്കുന്നത്. 1831 CMI സഭ സ്ഥാപിച്ചു. ടാഗോറിനോടുള്ള ബഹുമാന സൂചകമായി കുമാരനാശൻ രചിച്ച കൃതി ഏതാണ്? ടാഗോറിനോട് ബഹുമാനം ദിവ്യ കോകിലം. ആൻസർ ദിവ്യ കോകിലം. TK മാധവനുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? തിരുവിതാംകൂർ ക്ഷേത്ര പ്രവേശന വിളംബരത്തിന്റെ ഉപജ്ഞാതാവാണ്. ഈഴവ അസോസിയേഷൻ സ്ഥാപിച്ചു. കിരാതാർജുനീയം എന്ന കൃതി രചിച്ചു. കാക്കിനഡ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത് ഐത്തോച്ചാടനം പ്രമേയം പാസാക്കി. അപ്പൊ ഇതെല്ലാവർക്കും അറിയാം. ഐത്തോച്ചാടന പ്രമേയം പാസാക്കി. കാക്കിനഡ 2023 സമ്മേളനത്തിൽ പങ്കെടുത്തു. ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ ഉപജ്ഞാതാവാണ്. ഇതും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഈഴവ അസോസിയേഷൻ സ്ഥാപിച്ചു. ചിലർക്ക് അതിൽ ഡൗട്ട് ഉണ്ട്. ഡോക്ടർ പൽപ്പു അല്ലേ ഈഴവ എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കും. ഡോക്ടർ പൽപ്പു ഈഴവ ഒരുപാട് പ്രവർത്തിച്ച വ്യക്തിയാണ് ഈഴവർക്ക് വേണ്ടി. അതുപോലെ എന്താണ് മെമ്മോറിയലൊക്കെ സമർപ്പിച്ചു. മലയാളി മെമ്മോറിയൽ പോലെ ഈഴവ മെമ്മോറിയലൊക്കെ സമർപ്പിച്ച വ്യക്തിയാണ്. എന്നാൽ ഈഴവ അസോസിയേഷൻ സ്ഥാപിച്ചത് TK മാധവനാണ്. കിരാതുർജനീയം എന്ന കൃതി രചിച്ചു എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. ഭയകൗടില്യ ലോപങ്ങൾ വളർക്കില്ലൊരു നാടിനെ ഈ മുഖക്കുറിപ്പോടെ ആരംഭിച്ച പത്രം ഏതാണ്? സ്വദേശാഭിമാനി പത്രമാണ്. സ്വദേശാഭിമാനി പത്രം വക്ക അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള അല്ലെ, അദ്ദേഹത്തെ പുറത്താക്കി 2010. തീയരുടെ വക ഒരു മലയാളം മാസിക എന്നറിയപ്പെടുന്നത് മിതവാദി. തീയരുടെ വക ഒരു മലയാളം മാസിക എന്നറിയപ്പെടുന്നത് മിതവാദിയാണ്. മിതവാദി തീയർ. അപ്പൊ മിതമാണ് മിതമായ തീ അല്ലെ. മിതവാദി. മിതവാദി എന്താണ്? തീയാണ്. തീയുണ്ട്. മിതവാദി തായുണ്ട്. തീ. ശ്രീനാരായണ ഗുരു താന്ത്രിക വിദ്യാപീഠത്തിന്റെ സ്ഥാപകൻ ആരാണ്? ശ്രീനാരായണ താന്ത്രിക വിദ്യാപീഠം സ്ഥാപകനാണ് പറവൂർ ശ്രീധരൻ തന്ത്രി. പറവൂർ ശ്രീധരൻ തന്ത്രി. അങ്ങനെ 46-ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ടോട്ടൽ 80 ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. കുട്ടംകുളം സമരം നയിച്ചത് ആരാണ്? കുട്ടംകുളം സമരം നയിച്ചത് ആരാണ്? കുട്ടംകുളം സമരം നയിച്ചു PK ചാത്തൻ മാസ്റ്ററാണ്. PK ചാത്തൻ മാസ്റ്ററാണ്. അപ്പൊ ഒരു കുളത്തിൽ നിന്നൊക്കെ ചാത്തൻ ഇങ്ങനെ പൊങ്ങി വരുന്നത് ഓർക്കുക അല്ലെ. ചാത്തൻ ഇങ്ങനെ പൊങ്ങി വരുന്നു കുളത്തിൽ നിന്നൊക്കെ. അങ്ങനെ നമ്മൾ ഓർത്തു വെക്കുക. മൊട്ടം കുളമൊക്കെ കാണുമ്പോൾ നമുക്ക് പേടി തോന്നുന്നത് ഓർത്താൽ മതി. കേരളത്തിൽ ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകം എവിടെയാണ്? വയനാട് ജില്ലയിലെ മേപ്പടിയിലാണ് ഹൃദയ ഷേപ്പിലുള്ള തടാകം. കേരളത്തിൽ രൂപം കൊണ്ട ആദ്യ സ്വകാര്യ ബാങ്ക് ഏത്? നെടുങ്ങാടി ബാങ്കാണ് കേരളത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ സ്വകാര്യ ബാങ്ക്. അപ്പു നെടുങ്ങാടിയാണ് സ്ഥാപിച്ചത്. മത്സ്യഫെഡിന്റെ ഉൽപ്പന്നം ഏതാണ്? മത്സ്യഫെഡിന്റെ ഉൽപ്പന്നമാണ് ന്യൂട്രി ഫിഷ്. മത്സ്യഫെഡ് ഉൽപ്പന്നം ന്യൂട്രി ഫിഷാണ്. കേരളത്തിലെ സ്പോർട്സ് കൗൺസിലിന്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? ഇപ്പൊ നമ്മളുടെ ഒരു കറണ്ട് അഫയർ ക്വസ്റ്റ്യൻ ആണിത്. നിലവിലെ പ്രസിഡന്റ് ആര്? U ഷറഫ് അലി ആണ് നിലവിൽ പ്രസിഡന്റ്. കേരളത്തിലെ സ്പോർട്സ് കൗൺസിൽ നിലവിൽ പ്രസിഡന്റ് ആരാണ്? U ഷറഫ് അലി. പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല? പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. ഭാരതപ്പുഴയുടെ നീളം എത്ര? കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദിയാണ് പെരിയാർ. 244 കിലോമീറ്റർ ആണ് അതിന്റെ നീളം. 2ാം സ്ഥാനം ഭാരതപ്പുഴയാണ്. നിള എന്നറിയപ്പെടുന്നു. നിളയുടെ കഥാകാരൻ MT ആണ്. ഇനി 3ാം സ്ഥാനം പമ്പ നദിക്കാണ്. ഭാരതപ്പുഴയുടെ നീളം 209 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഏത്? കേരളത്തിലെ വലിയ ചുരം പാലക്കാട് ചുരമാണ്. പാലക്കാട് ചുരമാണ്. താമരശ്ശേരി ചുരം കോഴിക്കോട് ജില്ലയിലാണ്. വയനാട്ടിലാണ് നമ്മൾ താമരശ്ശേരി ചുരം എന്ന് പറയുന്നത്. പക്ഷെ അത് കോഴിക്കോട് ജില്ലയുടെ ഭാഗമാണ്. കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായി. ജോൺ ഡാറ സ്ഥാപിച്ചു. ഡാറാസ് ഫാക്ടറി എന്ന് അറിയപ്പെടുന്നു. അപ്പോ ഈ കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിച്ച വർഷം 1859.
തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നു. കണ്ണൂർ തെയ്യങ്ങളുടെ നാട്, തെയ്യങ്ങളുടെ തിറകളുടെ ഒക്കെ നാടാണ് കണ്ണൂർ. വ്യവസായവൽക്കരണം പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതി: ഒന്ന്, കൃഷിക്ക് ജലസേചനത്തിന് പ്രാധാന്യം; രണ്ട്, വ്യവസായത്തിന് പ്രാധാന്യം. ഒന്ന്, ഹരോഡ് ഡോമർ മോഡൽ എന്ന് അറിയപ്പെടുന്നു; രണ്ട്, PC മഹലനോബിസ് മോഡൽ എന്ന് അറിയപ്പെടുന്നു. ഉത്തരം രണ്ടാം പഞ്ചവത്സര പദ്ധതി. 11, ഏറ്റവും കൂടുതൽ ലാഭം കൊയ്ത പഞ്ചവത്സര പദ്ധതി. ഇനി 9, ജനകീയ പഞ്ചവത്സര പദ്ധതി എന്ന് അറിയപ്പെടുന്നു, ജനങ്ങളുടെ പദ്ധതി എന്ന് അറിയപ്പെടുന്നു. 5, ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഉയർത്തിയ പഞ്ചവത്സര പദ്ധതി. 3, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പഞ്ചവത്സര പദ്ധതി. 4, ഗഡ്ഗിൽ യോജനയാണ്. പക്ഷെ പല എക്സാമിനും 3 എന്നും ചോദിക്കാറുണ്ട്. ഗഡ്ഗിൽ യോജന അത് എക്സാമിന്റെ ക്വസ്റ്റ്യൻ അനുസരിച്ചിരിക്കും കേട്ടോ, ലക്ക് പോലെ ഇരിക്കും. ഇനി നമുക്ക് 7, ജവഹർ റോസ്ഗർ യോജന. അതുപോലെ തന്നെ സാം പിത്രോടെ ഓർക്കണം. 7 പറയുമ്പോൾ നെഹ്റു, നമ്മുടെ രാജീവ് ഗാന്ധിയെ ഓർക്കണം, രാജീവ് ഗാന്ധി. 8 എന്ന് പറയുമ്പോൾ മൻമോഹൻ മോഡലും 10 എന്ന് പറയുമ്പോൾ കേരള വികസന മോഡലുമാണ്. 12, സുസ്ഥിര വികസനമായിരുന്നു ലക്ഷ്യം. 12ാം പഞ്ചവത്സര പദ്ധതിയോടുകൂടി പഞ്ചവത്സര പദ്ധതി അവസാനിച്ചു. ഇപ്പോ നീതി ആയോഗ. ഇന്ത്യ ചൈന യുദ്ധം നടന്ന വർഷം. ഇന്ത്യ ചൈന യുദ്ധം നടന്ന വർഷം 1962. ഇന്ത്യയുടെ ഇന്ത്യ ചൈന യുദ്ധം എന്ന് നടന്നു 1962. അതുകൊണ്ടാണ് നമ്മുടെ 3ാം പഞ്ചവത്സര പദ്ധതി ശേഷം ഒരു ബ്രേക്ക് വരേണ്ടി വന്നത്. 66, 69 പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്നു 3 വർഷം. അപ്പോ ഇത് ഈ ഒരു യുദ്ധം കാരണമാണ്, ഇന്ത്യ ചൈന, ഇന്ത്യ പാക് യുദ്ധമൊക്കെ കാരണമാണ്. ഇന്ത്യയുടെ കത്തീഡ്രൽ നഗരം എന്ന് അറിയപ്പെടുന്നു. ഇന്ത്യയുടെ കത്തീഡ്രൽ നഗരം എന്ന് അറിയപ്പെടുന്നത് ഭുവനേശ്വർ. കത്തീഡ്രൽ നഗരം ഭുവനേശ്വർ. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം മുംബൈ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ. നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുക. ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് സ്റ്റേറ്റ്സ് തലവൻ ആരായിരുന്നു? അപ്പോൾ നാട്ടുരാജ്യങ്ങളെ ഏകീകരിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി VP മേനോൻ എന്ന മലയാളിയായിരുന്നു. ഇനി 1ാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള മാൽസ പ്രവാസ് എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? 1ാം സ്വാതന്ത്ര്യ സമരം മാൽസ പ്രവാസ് എന്ന ഗ്രന്ഥം രചിച്ചത് വിഷ്ണു ഭട്ട് ഗോഡ്സെയാണ്. വിഷ്ണു ഭട്ട് ഗോഡ്സെ. കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നു. പട്ടാഭി സീതാരാമയ്യാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ. സ്വാതന്ത്ര്യത്തിന് ശേഷം INC അധ്യക്ഷൻ പട്ടാഭി സീതാരാമയ്യ. ത്രിപുരി സമ്മേളനം, ആദ്യ തെരഞ്ഞെടുക്കപ്പെട്ട സമ്മേളനത്തിൽ സുഭാഷ് ചന്ദ്രബോസിനെതിരെ മത്സരിച്ചത് പട്ടാഭി സീതാരാമയ്യ. പട്ടാഭി സീതാരാമയ്യ തോറ്റുപോയി. ഗാന്ധിജിയാണ് പട്ടാഭി സീതാരാമയ്യെ നിർദ്ദേശിച്ചത്. ബഹിഷ്കൃത ഭാരത് എന്ന പ്രസിദ്ധീകരണം ആരുടേതാണ്? ബഹിഷ്കൃത ഭാരത് അംബേദ്കറിന്റെ പ്രസിദ്ധീകരണം. അംബേദ്കർ. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിതമായ വർഷം. 1884 ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിതമായത്. സ്വാതന്ത്ര്യം ബ്രിട്ടന്റെ ഔദാര്യമല്ല, ഇന്ത്യയുടെ അവകാശമാണ്. ഇങ്ങനെ പ്രഖ്യാപിച്ചത് ആരാണ്? ആനി ബസന്റ്. ആനി ബസന്റ് 1893 ഇന്ത്യയിലേക്ക് എത്തുന്നു. ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തു. ആനി ബസന്റ് അയർലൻഡുകാരിയാണ്. സ്വാതന്ത്ര്യം ബ്രിട്ടന്റെ ഔദാര്യമല്ല, ഇന്ത്യയുടെ അവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചു. ആദ്യമായിട്ട് INC അധ്യക്ഷയായ വനിതയാണ്. 2017 കൊൽക്കത്ത സമ്മേളനം. ഇന്ത്യക്കാരിയായ വനിത 25 കാൺപൂർ സമ്മേളനത്തിൽ ആരായിരുന്നു? സരോജിനി നായിഡുവായിരുന്നു INC അധ്യക്ഷ. 5 പേരാണ് ഇതുവരെ അധ്യക്ഷയായിട്ടുള്ളത്. ചക്രവാത സദൃശനായ ഹിന്ദു എന്ന് അമേരിക്കൻ ജനത വിശേഷിപ്പിച്ചത് ആരെയാണ്? ഇന്ത്യയെ, നമ്മുടെ കേരളത്തെ കണ്ടപ്പോൾ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച സ്വാമി വിവേകാനന്ദൻ. ചട്ടമ്പി സ്വാമികളെ കുറിച്ച് വിവേകാനന്ദൻ പറഞ്ഞത് മലബാറിൽ ഞാൻ ഒരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്നാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? ഉത്തര മഹാസമതലമാണ്. ഏറ്റവും കൂടുതൽ കൃഷി നടക്കുന്നു. എക്കൽ മണ്ണാൽ സമൃദ്ധമാണ്. ഉത്തര മഹാസമതലത്തിലാണ് കൂടുതൽ ജനസംഖ്യ ഉള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ റോഡ് സൗകര്യം, കനാലുകള്, മറ്റ് സൗകര്യങ്ങളെല്ലാം ഉത്തര മഹാസമതലത്തിലാണ് കൂടുതൽ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല്
ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ ഈറ്റില്ലം ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നു. ജലപ്ല ചുരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ജലപ്ല ചുരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് സിക്കിം. സിക്കിമിലാണ് ജലപ്ല ചുരം സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്കറിയേണ്ടത് ലിപുലേക്ക് ചുരം എവിടെയാണ്? ഉത്തരാഖണ്ഡ്, ടിബറ്റ് ആണ് ലിപുലേക്ക് ചുരം. അങ്ങനെയാണെങ്കിൽ ഷിപ്കില ചുരം എവിടെയാണ്? ഹിമാചൽ പ്രദേശ്, ടിബറ്റ് ആണ് ഷിപ്കില ചുരം. നാഥുല ചുരം എവിടെയാണ്? സിക്കിം, ടിബറ്റ് ആണ് നാഥുല ചുരം. സിക്കിം എന്ന സംസ്ഥാനം പട്ടുതുണിപ്പാത എന്ന് അറിയപ്പെടുന്നു. നാഗാർജുന സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി കൃഷ്ണ നദിയാണ്. നാഗാർജുന സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ പ്ലാനിംഗ് കമ്മീഷൻ ആദ്യമായി ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച വർഷം? ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് പ്രസിദ്ധീകരിക്കുന്നു പ്ലാനിംഗ് കമ്മീഷൻ. ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് 2001. ബാനു അഥയ്യ ഏത് രംഗത്താണ് ഓസ്കാർ നേടിയത്? ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് തയ്യാറാക്കിയത് മെഹബൂബ് ഉൽ ഹക്ക് എന്ന പാകിസ്ഥാൻകാരനും അമർത്യ എന്ന ഇന്ത്യക്കാരനും ചേർന്നാണ്. ബാനു അഥയ്യ എന്ന് പറയുമ്പോൾ വസ്ത്രാലങ്കാരത്തിന് പ്രസിദ്ധനാണ്, അവാർഡ് കിട്ടിയിട്ടുള്ള വ്യക്തിയാണ്. ഭൂകമ്പം, ഉരുൾപൊട്ടൽ കൂടുതലായി അനുഭവപ്പെടുന്ന ഹിമാലയൻ പർവ്വതനിര ഏതാണ്? ഭൂകമ്പം കൂടുതൽ നടക്കുന്നു, ഉരുൾപൊട്ടൽ കൂടുതലായി നടക്കുന്നു സിവാലിക്കാണ്. സിവാലിക് ഡൂണുകൾ കൂടുതലായി കാണപ്പെടുന്നതാണ്. ഔട്ടർ ഹിമാലയ എന്നറിയപ്പെടുന്നത് സിവാലിക് ആണ്. ചെറിയ കുന്നുകളാണ് ഇവിടെ ഉള്ളത്. കുറച്ചുകൂടെ ജനവാസമുള്ള ഹിമാലയത്തിന്റെ ഒരു കുന്നാണിത്. ഇന്ത്യയുടെ ധാതുകലവറ ഏതാണ്? ധാതുകലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രദേശമാണ് ഉപദ്വീപീയ പീഠഭൂമി. ധാതുകലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? അത് ജാർഖണ്ഡ് ആണ്. ധാതുകലവറ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഛോട്ടാ നാഗ്പൂർ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ്. പരസ്നാഥ് ഈ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഉയരം കൂടിയ കൊടുമുടിയാണ്. ഇന്ത്യ മാലദ്വീപ് വേർതിരിക്കുന്ന ചാനൽ ഏതാണ്? ഇന്ത്യ മാലദ്വീപ് 8 ഡിഗ്രി ചാനലാണ്. 8 ഡിഗ്രി ചാനൽ. ചൗധരി ചരൺ സിംഗ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നു. ചൗധരി ചരൺ സിംഗ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ലക്നൗ. ബയോഡൈവേഴ്സിറ്റിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ബയോഡൈവേഴ്സിറ്റി പിതാവ് ഇഒ വിൽസൺ ആണ്. ഇഒ വിൽസൺ ബയോഡൈവേഴ്സിറ്റി പിതാവ്. ഭരണഘടന ഭേദഗതി നടത്താൻ പൂർണ്ണാധികാരം നിക്ഷിപ്തമായത് ആർക്കാണ്? ഭേദഗതി വരുത്തണം ഭരണഘടന. ഇത് പൂർണ്ണാധികാരം നിക്ഷിപ്തമായത് പാർലമെന്റിനാണ്. ഭരണഘടനാ നിർമ്മാണ സഭ പ്രഥമ സമ്മേളനം നടന്നു. ഭരണഘടനാ നിർമ്മാണ സഭ പ്രഥമ സമ്മേളനം 1946 ഡിസംബർ 9. 46 ഡിസംബർ 9. ഡിസംബർ 6 രൂപീകരിച്ചത്. ഡിസംബർ 9 താൽക്കാലിക അധ്യക്ഷനായ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ വരുന്നത്. ഡിസംബർ 11 സ്ഥിര അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുക്കുന്നു. 13 ഡിസംബർ ലക്ഷ്യപ്രഖ്യാപന പ്രമേയം നെഹ്റു അവതരിപ്പിക്കുന്നു. ഇത് പിന്നീട് നമ്മുടെ ആമുഖമായി മാറി. ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാണ്? മലയാളിയ രാഷ്ട്രപതിയാണ് KR നാരായണൻ. തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി കൂടിയാണ്. ഇന്ത്യയുടെ പർവ്വത സംസ്ഥാനം ഏതാണ്? പർവ്വത സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. നമ്മുടെ ഈ ഒരു PDF ആൻസർ ടിക്ക് ചെയ്തിട്ടുള്ള PDF ടെലിഗ്രാം ചാനലായ അൺഅക്കാദമി റീജ, ലേൺ വിത്ത് റീജ എന്നാണ് ഹെഡിങ്. പക്ഷെ അത് അൺഅക്കാദമി റീജ സെർച്ച് ചെയ്താലേ കിട്ടാറുള്ളൂ. ഞാൻ അതിന്റെ ലിങ്ക് വെച്ചേക്കാം, കമന്റ് ബോക്സിൽ പിൻ ചെയ്യാം. ഈ ലിങ്കിൽ നിങ്ങൾക്ക് ടിക്കഡ് PDF അവൈലബിൾ ആണ്. ഇതുവരെ കഴിഞ്ഞ എല്ലാ ക്ലാസ്സിനും ടിക്കഡ് PDF അവൈലബിൾ ആണ്. LGS എക്സാം നോക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾക്ക് വേണ്ടി LGS എക്സാം എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു ഫോൾഡർ ഉണ്ട്. ആ ഫോൾഡറിൽ കൃത്യമായി LGS ഇതുവരെ PS നടത്തിയിട്ടുള്ള മുഴുവൻ എക്സാംസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. LGS എക്സാം എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് നോക്കുക. ഇനി LGSകാർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് കറണ്ട് അഫയേഴ്സും നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കുക. പ്രിലിംസുകാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പ്രിലിംസ് OA, നിങ്ങൾക്ക് വേണ്ടി പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള പ്രിലിംസ് എക്സാം എന്ന് പറഞ്ഞിട്ട് പ്രിലിംസിന്റെ എക്സാംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി.
പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള കറണ്ട് അഫയേഴ്സും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ്, അപ്പൊ അത് നിങ്ങൾക്ക് നോക്കാം. എൽ ജി എസ് കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് നോക്കാം. കാര്യം എല്ലാം സെയിം ആണ്, കറണ്ട് അഫയേഴ്സ് എല്ലാം സെയിം ആണ്. ഇനി നമ്മൾ കൂടുതൽ ക്ലാസ്സുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ. ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഏറ്റവും മികച്ച ക്ലാസ്സുകളായിരിക്കും. ഇപ്പൊ കഴിഞ്ഞ ഏതൊരു എക്സാം എടുത്തു നോക്കിയാലും നമ്മുടെ ക്ലാസ്സിൽ നിരവധി ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഈ ക്ലാസ് മാത്രം വെച്ച് പഠിക്കുന്ന ഒരാൾക്ക് പോലും നല്ലൊരു റാങ്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയാണ്. ഇനി 80ാമത്തെ ചോദ്യം, കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ചെങ്കുളമാണ്. ആദ്യ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജില്ലയിലെ പള്ളിവാസലാണ്. അപ്പോൾ പള്ളിവാസം മൂലമറ്റത്തു നിന്നാണ് വെള്ളം എടുക്കുന്നത്. അപ്പോൾ ഇവിടെ വെള്ളം കൂടുതലായപ്പോൾ രണ്ടാമതൊരെണ്ണം തുടങ്ങി. അത് ഇതിന്റെ ബാക്കി വെള്ളം കൊണ്ടുപോകാനാണ് ചെങ്കുളം, അതും ഇടുക്കി ജില്ലയിലാണ്. മലബാറിലെ ആദ്യത്തേതാണ് കുറ്റ്യാടി. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സൗണ്ട് ഒക്കെ ഓക്കെ ആണെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. 2 ചോദ്യം കൂടി നിങ്ങളടുത്ത് ചോദിക്കുകയാണ്. ഇതിന്റെ ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിന്റെ മനുഷ്യാവകാശ കമ്മീഷണർ ആരാണ്? രണ്ടാമത്തെ ചോദ്യം, നമ്മുടെ സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷൻ ആരാണ്? മൂന്നാമത്തെ ചോദ്യം ഇതാണ്, വർണ്ണാന്തതയുള്ള ആളുകൾക്ക് കാണാൻ സാധിക്കാത്ത നിറങ്ങൾ ഏതൊക്കെ? അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.